ഇപ്പോൾ ഒരേ കടലിലെ മമ്മൂക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. അദ്ദേഹം അത് ഈ വളരെ പ്രസിദ്ധമായൊരു സേയിങ് ഉണ്ട്, ഓരോ ആക്ടറും തൻ്റെ പല കഥാപാത്രങ്ങളിലൂടെ തൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ പല ഭാവങ്ങളാണ് കാണിക്കുന്നത്. അല്ല വേറെ ആളുകളായി മാറുകയൊന്നുമല്ല. നമ്മൾ പൊതുവേ ഒരു സേയിങ് ഉണ്ടല്ലോ, കഥാപാത്രമായി മാറുക, അതൊന്നുമല്ല ശരിക്കും. കാരണം മമ്മൂട്ടി എന്നുള്ള നടൻ്റെ സ്വഭാവത്തിൻ്റെ പല പ്രത്യേകതകൾ പല സിനിമകളിൽ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഒരേ കടൽ, നാഥൻ. അപ്പോൾ അത് ട്യൂൺ ചെയ്യണം, ആ ഒരു പ്രത്യേക ഭാവത്തിൻ്റെ അതിനകത്തുള്ള ചെറിയ വേരിയേഷൻസ് അതൊന്ന് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ആക്ടറും ഡയറക്ടറും തമ്മിലുള്ള ഒരു ആർട്ടിൻ്റെ പ്രധാന ശ്രമം. ചിലപ്പോൾ അങ്ങനെ ഒരു ഭാവം ഉണ്ടെന്ന് ചിലപ്പം അയാൾ കണ്ടുപിടിക്കുന്നത് ആ സമയത്ത് കൂടിയായിരിക്കും. എക്സാക്ട്ലി. നമ്മളിലെല്ലാം എല്ലാത്തരം ഭാവങ്ങളുണ്ട്. മനുഷ്യരാണെന്നുള്ളതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു പക്ഷേ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ പേറുന്നുണ്ട്. അതിനെ ഒരു ഡിസ്കവർ ചെയ്യുകയും അതിനെ ഒന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന പ്രോസസ്സ് കൂടിയാണ് ഈ ക്രിയേറ്റീവ് പ്രോസസ്സ്. അതിനെ ഒരു വഴങ്ങണം. അത് ഡയറക്ടറോടുള്ള ട്രസ്റ്റും കൂടിയാണ്, അല്ലെങ്കിൽ ആ പാർട്ടിനോടുള്ള ആ കഥാപാത്ര രചനയോടുള്ള അവരുടെ ഒരു വിശ്വാസം കൂടിയാണ്. രമ്യ കൃഷ്ണയും മമ്മൂട്ടിയും തമ്മിലുള്ള കോൺവെർസേഷനിൽ രമ്യ അവരുടെ പാസ്റ്റ് പറയുമല്ലോ, കുട്ടി മരിച്ചതും പട്ടിണി കിടന്നാണ്. മമ്മൂട്ടി പറയുന്നുണ്ട് എന്നിട്ട് നീ ഭ്രാന്തിയായില്ല. അപ്പോൾ അവർ മറുപടി പറയുന്നത് പക്ഷേ എന്നെ ഒരു പുരുഷൻ സ്നേഹിച്ച് വഞ്ചിച്ചിട്ടില്ല. അത് എഴുതി കിട്ടിയ മൊമെൻ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് സാർ ഓർക്കുന്നത്? ഓർമ്മയില്ല. അത് ആ കഥാപാത്രങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, സുനിൽ ഗംഗോപാധ്യായയുടെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറി നോവലാണ് അതിൻ്റെ ആധാരമായിട്ടുള്ളത്. അതിൽ നിന്നാണ് ഈ കഥാപാത്രങ്ങളും ഈ സംഭാഷണങ്ങളും ഒക്കെ വരുന്നത് അധികവും. ഈ പറഞ്ഞ പോലെ നമ്മളൊരു ജഡ്ജ്മെൻ്റൽ അല്ലാതെ മനുഷ്യരെ സമീപിക്കുമ്പോഴേ, കഥാപാത്രങ്ങളെ സമീപിക്കുമ്പോൾ കിട്ടുന്ന ചില മൊമെൻറ്റ്സാണിത്, ചില മാജിക്കൽ. അതെ അതെ, എക്സാക്ട്ലി. അതുപോലെ അതിലെ മോണലോഗുകളുണ്ട്. ഇപ്പം മമ്മൂട്ടി പറയുന്നത് സാറിന് ആളിത് ചെയ്ത് കേൾക്കുമ്പോഴേ സാർ മനസ്സിൽ കണ്ട് എഴുതി സാർ തന്നെ പറഞ്ഞ ഒക്കെ ഒരു സാധനം ഉണ്ടാവുമല്ലോ, ഇത് പുള്ളിയുടെ നിന്ന് ചെയ്ത് കേൾക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു അനുഭവം എന്തായിരുന്നു? ഞാനെപ്പോഴും ആക്ടേഴ്സിനെ പ്രേരിപ്പിക്കുക, ആ സംഭാഷണം അവർ ഇൻ റിയൽ ലൈഫ് പറയുമായിരുന്നെങ്കിൽ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യും. കാരണം ഞാൻ പറയുന്ന വാചക ഘടനയായിരിക്കില്ല വേറൊരു മനുഷ്യനത് ഉപയോഗിക്കുന്നത്. സോ ഐ വുഡ് വെൽക്കം ദം ടു ഡു ദാറ്റ്. പക്ഷേ ചിലപ്പോൾ നമ്മളുടെ ചില പ്രത്യേക ഡീറ്റെയിലിങ്ങിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ ഞാനത് കൺട്രോൾ ചെയ്യുന്നല്ലാതെ. സോ ഐ എൻകറേജ് ദം ടു മേക്ക് ഇറ്റ് ദെയർ ഓൺ. അങ്ങനെ മമ്മൂക്ക അതിൽ ധാരാളം അതിൽ സ്വന്തമാക്കിയിട്ടുണ്ടത്, ആ ലൈൻസിൻ്റെ കാര്യങ്ങൾ. അതൊക്കെ ഒരു ആക്ടറുടെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ക്രിയേറ്റീവ് പ്രോസസ്സിൻ്റെ ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു അത്.